Do you know what is the secret of my thick beard? സ്ഥിരം എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും ആ സീക്രട്ട്. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ തിക് ബിയർഡ്. ഇതിപ്പം ഇതിനൊരു ലെങ്ത് വരികയാണെങ്കിൽ ഇത് മാറും. ഇത് മാറിയിട്ട് നമ്മുടെ ലേഡീസിന്റെ യൂസ് ചെയ്യുന്ന മസ്കാര ഉണ്ടല്ലോ, മസ്കാരയാണ് അതെൻ്റെ ബാഗിലിരിക്കണം, പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് പെൻസിൽ മാറിക്കൊണ്ടിരിക്കും, ബട്ട് പെൻസിൽ മസ്റ്റാണ്. അപ്പോൾ ഇനി ബിയർഡ് പെൻസിലിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിനായിട്ടൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഹെയറോക്രാഫ്റ്റ്. I decided to transplant my beard. So ഞാൻ നേരെ വണ്ടി പിടിച്ച് ഹെയറോക്രാഫ്റ്റിൽ വന്നു. ഹലോ, ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് സർജറി, രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഈ സൈഡ് കഴിഞ്ഞു. ഞാനെങ്കിലും കാര്യങ്ങളിലേക്ക് പറയാം. പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ആ നമ്മിങ്ങിനുള്ള അനസ്തേഷ്യ തരുമ്പോൾ ഉള്ള ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കുഞ്ഞു വേദനയില്ലേ, ആ വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നൊക്കെ വെച്ചെടുത്തു. പിന്നെ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ കിടന്നുറങ്ങിപ്പോയി. അപ്പം എല്ലാം കേട്ട് എങ്ങനെ വേണം, എന്ത് വേണം, ഇനിയുള്ള ഡേയ്സിൽ കെയറിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കേട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഞാനിപ്പം എനിക്കുള്ള ഒരേ ഒരു വിഷമം എന്ന് വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ ഒരു സങ്കടമാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്, റെസ്റ്റ് ഒക്കെ നല്ല കറക്റ്റായിട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ എന്താണെങ്കിലും വേറെ ഒന്നും പറയാനില്ല. ബാക്കി അപ്ഡേറ്റ്സ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഗ്രോത്ത് ഒക്കെയുള്ള അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിലെ ഇനിയൊരു വീഡിയോ അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങൾ കാണിക്കാം. വേറെ ഒന്നുമില്ല. Thank you so much, Hairocraft. Bye bye.